ഹായ് എല്ലാവർക്കും റോമസിലേക്ക് സ്വാഗതം. നമ്മുടെ റെയിൽവേയുടെ ലേറ്റസ്റ്റ് വരുന്ന എക്സാംസിന്റെ പാറ്റേണൊക്കെ നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം, അത് പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഡൗട്ടായി. ഈ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ എങ്ങനെ പറ്റുക എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എതിരെ ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ നോക്കുന്നത്. നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് ശ്രദ്ധിക്കണം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ NTPC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ. NTPC CBT പോലെ ഗ്രാജുവേഷൻ ചോദിച്ചാണ്. 16-ാം തീയതി ചോദിച്ചാണ്, 16 ജൂണിൽ ചോദിച്ച ഷിഫ്റ്റ് 3 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദി എമൗണ്ട് ആഫ്റ്റർ 1 year? എത്രയാണ്? 9,900. ഇൻവെസ്റ്റഡ് അറ്റ് 20% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെർ ആനം. കോമ്പൗണ്ടഡ് ഹാഫ് ഇയർ അല്ലെ. ഹാഫ് ഇയറിലെ കോമ്പൗണ്ട് അല്ലെ. ഹാഫ് ഇയറിലാണെങ്കിൽ എത്രയായിരിക്കും? ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയും 10 ആവും അല്ലെ. ഹാഫ് ആകുമ്പോൾ 10% ആവും അല്ലെ. പിന്നെ എത്ര പറഞ്ഞേക്കണം? 1 year. അപ്പൊ എത്ര ഹാഫ് ഇയർ? 2 ഹാഫ് ഇയർ ഉണ്ടാവും അല്ലെ. 2 ഹാഫ് ഇയർ ഉണ്ടാവും. പിന്നെ എത്ര പ്രിൻസിപ്പൽ എത്രയാണ്? 9,900 ഉണ്ട്. അപ്പൊ നമുക്കറിയാം എങ്ങനെ 100%ന്റെ വാല്യൂ എന്ത് തന്നേക്കണം നമുക്ക്? 9,900 എന്ന് തന്നേക്കണം അല്ലെ. നമുക്കറിയാം എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണെങ്കിൽ അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് വരും? 21 പഠിച്ചത് എത്രയാ? 10 + 10 അല്ലെ. പിന്നെ എത്ര പ്ലസ് എത്രയാണ്? 10 × 10/100 അല്ലെ. അപ്പൊ എത്ര? 21% നമുക്കറിയാം ഇഫക്റ്റീവ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെ. അപ്പൊ 21%ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണ്ട അല്ലെ. അപ്പോൾ ശരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നോക്കില്ല. ഞാൻ എപ്പോഴും റോമസിൽ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഓപ്ഷനിൽ നോക്കാൻ ആൻസർ എടുത്തോ. ഇവിടെ നോക്കണം മക്കളെ. ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം വെച്ചാൽ ഈ 2 0 കഴിഞ്ഞാൽ എത്രയാ? ഇവിടെ 9 വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതേ ഇൻറ്റു ഇവിടെ നടക്കുന്നത് എത്രയാ? 99 അല്ലെ. ഈ ലാസ്റ്റിൽ 9 ആണ്. 9 1 × 90 ചെയ്യുമ്പോൾ 90 അല്ലെ. അപ്പൊ അങ്ങനെ ഇവിടെ 21 × എത്രയാ? 99 ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്തായിരിക്കണം? ലാസ്റ്റ് ഡേറ്റ് 9 തന്നെ. 90 ഞാൻ പറഞ്ഞ വെച്ചാൽ 9 നോക്കണ്ട നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് മാത്രം നോക്കിയാൽ എത്രയാണ്? 9 ആയിരിക്കും അല്ലെ. ഏത് നമ്പറിന്റെ 9 മൾട്ടിപ്ലൈ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ 21 1 ഇവിടെ 9 ആണ്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസറിന്റെ അവസാനം എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. 1 × 9 എന്തായിരിക്കും? 9 ആയിരിക്കും. അതാണ് ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും 9. ലാസ്റ്റ് ഡേറ്റ് 9 പറഞ്ഞതാണോ? അതാണ് ആൻസർ. ഇവിടെ നോക്കിയാൽ ഓപ്ഷൻ ലാസ്റ്റ് ഡേറ്റ് 9 എന്ന് പറഞ്ഞാൽ മാത്രമേ ഓപ്ഷൻ ഡി ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് വളരെ സിമ്പിൾ ആണ്. 100% എത്ര? 9,900. പിന്നെ എത്ര? 21% വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം. നമ്മൾ ഒന്നും ചെയ്യേണ്ട. എഴുതാൻ മൾട്ടിപ്ലൈ നോക്കാം. മൾട്ടിപ്ലൈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കാം. ലാസ്റ്റ് ഡിജിറ്റ് നോക്കുക എത്രയാ? 9 ആടാ. അപ്പൊ ഇവിടുത്തെ 9 ആയിരിക്കും. അപ്പൊ 1 × 9 ചെയ്യുമ്പോൾ 9 ആയിരിക്കും, 9 ആയിരിക്കും അവസാനം വരുന്നത്. വളരെ സിമ്പിൾ അല്ലേ. 10 സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താവുന്ന കാര്യം. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് ടൈം എടുക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എക്സാംസ് എന്തെയും ട്രിക്സുകൾ പഠിച്ചാൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ട്രിക്ക് എല്ലാവരും പഠിച്ചിരിക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത നോക്കിയാൽ അടുത്ത NTPC ചോദിച്ചാൽ 24 ജൂൺ 24 ചോദിച്ചാൽ ഷിഫ്റ്റ് 3 ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ LCM കണ്ടുപിടിക്കുക. എത്രയാ? 40 78. പിന്നെ എക്സിന്റെ LCM തന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആണ് വാല്യൂ ഓഫ് എക്സ് അല്ലെ. അതായത് LCM എത്ര നോക്കി ശ്രദ്ധിക്കുക. LCM എത്രയാ? 40 78 പിന്നെ എക്സിന്റെ LCM തന്നിട്ടുണ്ട്. LCM എത്രയാണെന്ന് നടക്കണം? LCMന്റെ വാല്യൂ 7,800 തന്നിട്ടുണ്ട്. ഇവിടെ നോക്കടാ, ഈ 40ന്റെ മൾട്ടിപ്ലൈക്ക് ഇത് അതുപോലെ 72ന്റെ മൾട്ടിപ്ലൈക്ക് നമ്മുടെ LCM, എക്സിന്റെ മൾട്ടിപ്ലൈക്ക് എന്താണ് LCM നമുക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കുന്നത് നോക്കണം. ഇവിടെ മക്കളെ ഇവിടെ ഓപ്ഷൻ നമുക്ക് വെറും 5 സെക്കൻഡ് ആൻസർ കണ്ടെത്താം. ഇവിടെ അവിടെ നോക്കണ്ട. ഇവിടെ 2 0 ഉണ്ടോ? 2 0 എന്താ? ഇത് 100ന്റെ മൾട്ടിപ്പിൾ എത്രയാ? 100ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ എന്തായിക്കടാ? ഇതൊരു 100ന്റെ മൾട്ടിപ്പിൾ ആക്കി. എക്സ് എന്തായി? തീർച്ചയായിട്ടും എന്തായി? ഒരു 100ന്റെ മൾട്ടിപ്പിൾ ആക്കി. ഇത് 100 അല്ലേ. എക്സ് 100ന്റെ ഒരു മൾട്ടിപ്പിൾ ആയി, 100ന്റെ മൾട്ടിപ്പിൾ ആയി. അത് എക്സിന് എത്ര ആയിരിക്കും? ലാസ്റ്റ് 2 സീറോസ് എന്തായിരിക്കും? മനസ്സിലായി? 2 സീറോസ് ഏതാ? ഒരു ഓപ്ഷൻ മാത്രമല്ല, ഓപ്ഷൻ ബി 200. എത്ര ഉള്ളു? നിങ്ങൾ ഒന്നും കണ്ടുപിടിക്കേണ്ട, പെന്ന് യൂസ് ചെയ്യാൻ പോലും വേണ്ട. ജസ്റ്റ് എന്താ തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ ബേസ് ഉണ്ടെങ്കിൽ മാത്സ് വളരെ സിമ്പിൾ ആയ സബ്ജക്റ്റുകളാണ് മക്കളെ. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ബേസ് ഇല്ലെങ്കിൽ മാത്സ് ടഫായ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടും അല്ലെ. ഈ ക്വസ്റ്റൻ നിങ്ങൾ ആലോചിക്കുക, 5 സെക്കൻഡ് വേണ്ട നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട്. 5 സെക്കൻഡ് ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോടാ. കാരണം നോക്കടാ, LCM എത്രയാണ്? 7,800 ആണ്. 100 മൾട്ടിപ്പിൾ ആണ്. ഇവിടെ ഇത് 100ന്റെ മൾട്ടിപ്പിൾ. അപ്പൊ തീർച്ചയായിട്ടും എക്സ് എന്തായിക്കടാ? എക്സ് ഒരു 100ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ ഒരു ബേസ് മാത്രം നിങ്ങൾക്ക് എന്താ ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ അടുത്ത NTPCക്ക് വെച്ചാണ് ലേറ്റസ്റ്റ് ചോദിച്ചത്. ഈ ജൂൺ 24 വെച്ചോ ഷിഫ്റ്റ് 3 ക്വസ്റ്റ്യൻ. ഇത് നോക്കണം. ഇത് ഡെസിമൽസ് അല്ലെ, ഡെസിമൽ ഫ്രാക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ നോക്കാം, എങ്ങനെ ആൻസർ എടുക്കാം. ഇവിടെ നോക്കണം. ഇവിടെ 6ന്റെ അല്ലെ 0.6 0.06 പിന്നെ സ്ക്വയർ വാല്യൂ ഒക്കെ വന്നേക്കണേ. ഇവിടെ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇങ്ങനെ വാല്യൂ ഒക്കെ എന്തായിരിക്കും? നമുക്ക് ഇതിന്റെ ഓപ്ഷനിൽ ആൻസർ ഏതൊക്കെയായിരിക്കും? ആൻസർ 1 10 100 അല്ലെ, ഈ 1000 ഇങ്ങനത്തെ ആൻസർ വരുള്ളൂ അല്ലെ. പിന്നെ പോയിന്റിൽ വരാം അല്ലെ. പക്ഷെ പോയിന്റ് ഇല്ലാത്തത് ഇതായിരിക്കും ആൻസർ വരുന്നത്.
എന്ത് വരത്തില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം 60 എത്ര ആയിരിക്കും, 600 ഒരിക്കലും വരത്തില്ല, അങ്ങനെ വരത്തില്ല. കാരണം എന്താ, എല്ലാ സെയിമിന്റെ ഡിജിറ്റിൽ മാത്രമേ വ്യത്യാസം വരുന്നിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആലോചിച്ചാൽ ഇനിയും നിങ്ങൾ എന്ത് ചെയ്യുക, പെൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മക്കളെ. നിങ്ങൾ ന്യൂമറേറ്റർ നോക്കിയാൽ എല്ലാം പ്ലസ് ആണ്, ഡിനോമിനേറ്ററിലും പ്ലസ് ആണ് അല്ലെ. അപ്പൊ ഈ ന്യൂമറേറ്റർ ഞാൻ എടുക്കുവാണെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ നമ്മൾ എടുക്കുവാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഏറ്റവും വലുത് ഇത് രണ്ടും നോക്കണം. ഏറ്റവും വലുത് നോക്കിയാൽ ന്യൂമറേറ്റർ ഇതും ഇത് അല്ലെ. ഇത് ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്. ഏറ്റവും വലുത് പോയിന്റ് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട് അല്ലെ. ആ 3 ഡിജിറ്റുള്ള ഇതാണ് പോയിന്റ് കഴിഞ്ഞ് വലുത് വരുന്നത് അല്ലെ. 0666 സ്ക്വയർ എന്ന് വരും അല്ലെ. ഈ ഡിനോമിനേറ്റർ നോക്കണം, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇതാണ് വലുത്. അപ്പൊ പോയിന്റ് എത്രടാ, 0666 എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത് വേണം. ഇനി നമ്മൾ നോക്കണം ഡിജിറ്റൽ എലമെന്റ് നോക്കണം. എത്ര 1 2 3 അല്ലെ. അപ്പൊ 3 ആകുമ്പോൾ സ്ക്വയർ ആണ്. സ്ക്വയർ ആകുമ്പോൾ ഇരട്ടി എടുക്കണം. 3 ഇരട്ടി എത്രടാ, 6 കേട്ടോ. ഇവിടെ 1 2 3 4 അല്ലെ. 4ന്റെ ഇരട്ടി എത്രടാ, 8. 4ന്റെ ഇരട്ടി 8 കേട്ടോ. അപ്പൊ ഇനി നോക്കേണ്ട കാര്യം ഇതിന്റെ ഡിഫറൻസ് എടുക്കുക എത്ര, 2 അല്ലെ. 2 അല്ലെ. 6 8 ഡിഫറൻസ് 2. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിഫറൻസ് 2 കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിന്റെ എന്താ, ആൻസറിന്റെ അവസാനം എന്തുണ്ടാവും, 2 0 ഡിഫറൻസ്. ഇവിടെ ഡിനോമിനേറ്റർ വലുത് എന്നുള്ളത് ന്യൂമറേറ്റർ ചേർത്തേണ്ട ഡിഫറൻസ് നോക്കുമ്പോഴത്തേക്ക് 2 0 ഉണ്ടാവും. 2 0 ആയിരിക്കും. ഈ ന്യൂമറേറ്റർ വലുതെങ്കിൽ എന്തായിരിക്കും, പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ടാവും. ഞാൻ ക്ലാസ് ഒരുപാട് വർഷം പഠിപ്പിച്ചാലാണ്, യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും 2 0 ആൻസർ. ഇവിടെ 10 1 0 ഓപ്ഷൻ എ വരത്തില്ല. ഇവിടെ 2 0 ഉണ്ട്, ഓപ്ഷൻ ബി. വളരെ സിമ്പിളാണ്. ഇതൊക്കെ മനസ്സിലാകാൻ വേണ്ടി മാത്രമേ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നോക്കണം 3 1 2 3 3 ഇരട്ടി 6 1 2 3 4 4 ഇരട്ടി 8 അല്ലെ. 6 8 നമ്മുടെ ഡിഫറൻസ് 2 2 0 എന്ന ഓപ്ഷൻ ഡി ആണ്. 10 സെക്കൻഡ് വേണ്ട, 10 സെക്കൻഡ് ഇവിടെ ചെയ്യാനായിട്ട്. അല്ലാതെ ഈ സ്ക്വയർ ഒക്കെ കണ്ടുപിടിച്ച് പലരും ഡെസിമലൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 മിനിറ്റ് ഒക്കെ എടുക്കും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തുക. അങ്ങനെ ഇത് ആൻസർ ചെയ്തിട്ട് എന്ത് കാര്യമില്ല മക്കളെ, എക്സാംസിന് യൂസ്ഫുൾ ആകത്തില്ല, നിങ്ങൾ എക്സാം ക്രാക്ക് ചെയ്യത്തില്ല. ഇതുപോലെ ട്രിക്കുകൾ പഠിച്ചാൽ നിങ്ങൾ എഴുതുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 6 മാസം മതി. ഒരു ഗവൺമെന്റ് ജോലി ചെയ്യാൻ 6 മാസം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മതി. പിന്നെ അങ്ങോട്ടുള്ള എക്സാംസ് എല്ലാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ പഠനം ഫോക്കസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിലേക്ക് നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു സക്സസ് ദൂരെ സക്സസ് എന്ന് മല പോലെ ആയിരിക്കട്ടെ, അങ്ങോട്ട് എത്തണമെങ്കിൽ ആ ഏത് വഴി കൂടിയാണ് നിങ്ങൾ പോകുന്നത്, അതായിരിക്കും നിങ്ങൾ ആ ദൂരം നോക്കുന്നത്. നിങ്ങൾ എന്താണ് വളഞ്ഞ വഴി കൂടെ പോകുന്നെങ്കിൽ നിങ്ങൾ എത്താൻ താമസിക്കും അല്ലെ. നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പോയി നമുക്ക് പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും കേട്ടോ. അപ്പൊ റോംബസിൽ നമ്മൾ ഈ പഠിപ്പിക്കുക ഇതുപോലത്തെ ഷോർട്ട് കട്ടാണ്. അപ്പൊ നമ്മുടെ SSCയിലെ റെയിൽവേ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ ബാച്ചുകളുണ്ട്. RRB ബാച്ചുകളുണ്ട്, ALP അടുത്ത ALPയുടെ ബാച്ചുകളുണ്ട്, ടെക്നീഷ്യന്റെ ബാച്ചുകളുണ്ട്, JEയുടെ ബാച്ചുകളുണ്ട്, NTPC അടുത്ത NTPCയുടെ ബാച്ചുകളുണ്ട്. പിന്നെ എന്താണ്, മാത്സ് റീസണിങ് മാത്രം നിങ്ങൾക്ക് പഠിക്കുന്നെങ്കിൽ അതിലുള്ള ബാച്ചിലും അവൈലബിൾ ആണ്. RRBയാണ്. പിന്നെ അതുപോലെ SSC ആണെങ്കിൽ നോക്കുന്ന CGLന്റെ ബാച്ചിലുണ്ട്, CHS ഉണ്ട്, MTS ഉണ്ട്, GD കോഴ്സ് ഉണ്ട്. എല്ലാത്തിന്റെയും ബാച്ചസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൂടുതൽ താഴെ നമ്പറായിട്ട് ബന്ധപ്പെടാതാണ്. മക്കളെ, നിങ്ങൾ ഫോക്കസ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം തന്നെ ജോലി നേടിയെടുക്കാൻ സാധിക്കണം. നല്ലവർ പഠിച്ചാൽ മതി. പഠിക്കണം എന്തായിരിക്കണം, ഷോർട്ട് കട്ട് വേണം പഠിക്കാനായിട്ട്. അല്ല കൺവെൻഷനിൽ പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും എക്സാംസ് ക്രാക്ക് ചെയ്യത്തില്ല. അത് ഉറപ്പ് വരുന്നത്. കാരണം ഇന്നത്തെ എക്സാമുകളൊക്കെ എല്ലാം കാൽക്കുലേറ്റീവ് ആണ്. നല്ല ടൈം എടുക്കുന്ന കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. എല്ലാവരും ഷോർട്ട് കട്ട് ചെയ്ത് പഠിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്.